ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മഹത്തായ കൾച്ചറൽ ആൻഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന കുവൈറ്റിലെ തന്നെ ഓൾഡസ്റ്റ് ആൻഡ് ട്രഡീഷണൽ ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഓൾഡ് സൂക്ക്. എല്ലാ ആഡംബരങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു സിറ്റിയുടെ നടുവിൽ ഇങ്ങനെയൊരു സൂക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സൂക്കിലേക്ക് വരുന്നത്. ശരിക്കും പഴയ തനിമ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ. ഈ മാർക്കറ്റിന് അത്യാധുനികമായ ഒരു ചായ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും ഈ വാതിലുകളെല്ലാം ശ്രദ്ധിച്ചോ? പഴയ തനിമ അതേപടി നിലനിർത്തി എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിരനിരയായിട്ടുള്ള ഷോപ്പുകളാണ് അതിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും എൻട്രൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇത്. ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1920s എല്ലാ കച്ചവടക്കാർക്കും ഒരുമിച്ച് മീറ്റ് ചെയ്യാനും അവരുടെ സാധനങ്ങൾ കൈമാറാനും വാണിജ്യം നടത്താനുമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇത്. കുറേ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും കുറേ മെയിൻ്റനൻസ് നടന്നെങ്കിലും ഈ ഒറിജിനൽ ഡെക്കോറൊക്കെ തന്നെ അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തവരാണ് അറബ്സ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൂടുതലും പെർഫ്യൂം ഷോപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ പേരും ഇവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഒരു ഭാഗത്തായിട്ട് കുറേ ശില്പങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ പ്രത്യേകതയുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ കൂടുതലും പെർഫ്യൂം ഷോപ്സ് ആയിരുന്നു. പെർഫ്യൂംസിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകുന്നവരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. യുദ്ധസമയത്ത് ഈ ഷോപ്പുകളെല്ലാം തകർന്നിരുന്നു. യുദ്ധത്തിൽ തകർന്ന പഴയ പെർഫ്യൂം ക്യാനുകൾ വെച്ച് പഴയ സൂക്കിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുത്ത ലോഹ നിർമ്മിതികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുവൈറ്റി ലൈഫിൻ്റെ ഒരു പ്രതീകമായി നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ സൂക്ക്. ചെയിൻ ഓഫ് ഷോപ്സ് ആണ്. റെസ്റ്റോറൻറ്റ്സ്, കഫേ, സ്റ്റോൾസ്, ഫാമിലീസിനെല്ലാം തന്നെ ഒരുമിച്ച് വന്ന് ഇരിക്കാനും സംസാരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുറച്ച് ക്ഷീണമായി. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം. അതിനായിട്ട് നമ്മളൊരു ഇറാനി റെസ്റ്റോറൻ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മെനു കാർഡെല്ലാം നോക്കി ഏകദേശം പരിചയമുള്ള കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്.
അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള മിക്സ്ഡ് ഗ്രില്ല്, കബാബ്, ഇറാനി കുബൂസ്, ഹമൂസ് ഒക്കെ എത്തിയിട്ടോ. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇറാനി കുബൂസ്. ഇത് വലിപ്പം കണ്ടില്ലേ? ഇത് കാണുന്ന പോലെ ഹാർഡല്ല, നല്ല സോഫ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കബാബാണ്, മട്ടൺ ആൻഡ് ചിക്കൻ കബാബ്. അത് ഗ്രിൽഡാണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഗ്രില്ലിൻ്റെ സ്റ്റിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾ സാലഡ്, ഹമൂസാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അവരുടെ ഒരു എന്താ പറയുക, ടച്ചിങ് എന്ന് പറയുന്നത്. വെജിറ്റബിൾസ് എല്ലാം ഗ്രില്ല് ചെയ്തിട്ടായിരിക്കും. അത് ഒരു സ്പെഷ്യൽ സോസാണ് കേട്ടോ, അനാറിൻ്റെ സോസ് പോലെ തോന്നിയത്. നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കുബൂസ് ഇതിൽ വെച്ച് കഴിച്ച് കഴിയുമ്പോൾ ഒരു സ്വീറ്റാണ്, നല്ല പൊടിയുണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടമാവും കേട്ടോ. ഇതൊരു അറബിക് ഐറ്റമൊന്നും പറയില്ല, നല്ല രസമുണ്ട്. ഈ ഹമൂസിൽ അവർ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഇങ്ങനെ എടുത്തിട്ട് മുക്കുമ്പോൾ ഇങ്ങനെ ഈ കണ്ടോ ഓയിൽ ഡ്രിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഹെൽത്തിയാണ് ഒലിവ് ഓയിൽ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ എപ്പോഴും കഴിക്കുന്നത് നല്ലതായിരിക്കില്ല. ഈ ഓയിൽ ഡിപ്പ് ചെയ്യുന്നത് നല്ല രസമുണ്ട്. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തികച്ചും ഡിഫറെൻ്റ് ആണ്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് ഇവിടെ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ട് നമുക്ക് തിരിച്ചെത്താൻ ബുദ്ധിമുട്ടായിരിക്കും, വഴി മനസ്സിലാവില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. ഒരു ഈവനിങ് ടൈമിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷെ നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ, വരാൻ പറ്റുമല്ലോ. ഇവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നത് കാണാം, അതിനുള്ള സ്പേസൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റുകളുടെ ഒരു മേളാണ്. എല്ലാ മൂലകളിലുമായിട്ട് തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് കുവൈറ്റ് സിറ്റിയിലെ മുബാർക്കിയ എന്ന് പറഞ്ഞ ഓൾഡ് സൂക്കാണ്. മുബാർക്കിയ ഓൾഡ് സൂക്ക് വളരെ പഴക്കം ചെന്നൊരു സൂക്കാണിത്. ഇവിടെ അധികം നമ്മൾ വന്നിട്ടില്ല, പക്ഷേ ഈവനിങ് ടൈമിൽ ഇവിടെ വരിക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രസകരമായൊരു കാര്യം. പക്ഷേ നല്ല തിരക്കായിരിക്കും കേട്ടോ, അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫസ്റ്റ് എടുത്തപ്പോൾ ആദ്യം ഒന്ന് ശരിക്കും അമ്പരന്ന് പോയി, കാരണം കാലുകുത്താൻ സ്ഥലമില്ലാത്ത അത്ര തിരക്കായിരുന്നു.
പിന്നെ അവിടെ അങ്ങോട്ട് നടന്നു കുറേയധികം കടകളുണ്ട്, പെർഫ്യൂമുകളും ഡ്രസ്സസിൻ്റെയും പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ആ, അത് കഴിഞ്ഞ് ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. കാരണം അതിന് മാത്രം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. മിക്കവാറും അറബിക് ഡിഷസ് ആയിരിക്കും കൂടുതൽ. സ്ട്രീറ്റ് ഫുഡ് പോലെയാണ് എല്ലാ റെസ്റ്റോറൻറ്റ്സും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ എയർ ആണ്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാർ ഇവിടെ പ്രിഫർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ എത്രയാണെങ്കിൽ തന്നെ അതിനൊരു പരിമിതികളുണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കുറേയധികം നടക്കാനുണ്ട്, കൂടാതെ പർച്ചേസും ചെയ്യാൻ പറ്റും. ഒരുപാട് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ കണ്ടത് ഇത്തിരി ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് അല്ലേ. അതായത് മുന്നേ ഉണ്ടായിരുന്നൊരു സ്ട്രീറ്റാണ്, അത് കുറേ റിനോവേഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ആക്കി എടുത്തതാണ്. പണ്ട് വന്നിരുന്ന ആൾക്കാരൊക്കെ ആ ഒരു ബ്രാൻഡഡ് ഐറ്റംസും ആ ഒരു മുന്നേ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ഇവിടെ നിന്ന് തന്നെയാണ് വന്നിട്ട് വാങ്ങിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. ഒരു എത്നിക് സ്ട്രീറ്റ് പോലെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ആ പഴമ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ഇരിക്കുന്നത്. അത് തന്നെയാണ് പുതിയ തലമുറയെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. എല്ലാ ടൈപ്പ് ആൾക്കാരും ഇവിടെ കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്തായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള അറബിക് എത്നിക് വെയേഴ്സിൻ്റെ കുറേയധികം ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ട്രീറ്റിലെ കാഴ്ചകൾ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. നല്ലൊരു ഔട്ടിങ് അല്ലേ. ഒരു മൂവിയിലുള്ള സിറ്റിയിൽ പോലെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറിയ ചെറിയ കാഴ്ചകൾക്കും വലിയ സന്തോഷങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരും. അതുവരേക്കും സൈനിങ് ഓഫ് 777